സർപ്പക്കാവ് മാറ്റാമോ? എങ്ങോട്ട് മാറ്റണമെന്നാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റാനാണെങ്കിൽ പിന്നെയും വലിയ കുഴപ്പമില്ലെന്ന് പറയാം. എന്തെങ്കിലും അസൗകര്യം പ്രായോഗികമായിട്ട് ഉണ്ടെങ്കിൽ അത് സ്ഥപതി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. സ്ഥാനം നിർണയിക്കുന്ന ജ്യോതിഷി. അങ്ങനെയുള്ള സ്ഥപതിയുടെ നിരീക്ഷണത്തിൽ അനുകൂലമായ സ്ഥാനം കണ്ടെത്തി അങ്ങോട്ട് മാറ്റാം സർപ്പക്കാവ്. അതാണ് സർപ്പക്കാവ് മാറ്റാമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം. നിങ്ങളുടെ വീട്ടുപുരയിടത്തിൽ തന്നെ ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് സ്ഥാനം നിർണയിക്കുന്ന ഒരു ജ്യോതിഷിയുടെ നിരീക്ഷണപ്രകാരം നിർദ്ദേശമനുസരിച്ച് ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. സമ്പൂർണമായ പൂജാവിധാനത്തോടുകൂടി കലശമൊക്കെ ചെയ്ത് നടത്തണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. സർപ്പക്കാവ് മാറ്റുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്നേ ആവാഹിച്ച് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോവുകയാണോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും പാടില്ല. പണ്ട് കാലത്ത് അതായത് ഇടക്കാലത്ത് ഇതൊരു സ്ഥിരം പരിപാടിയായിട്ട് മാറി. സർപ്പത്തിനെ ആവാഹിച്ചു കൊണ്ടുപോയി ഇരുത്തുക, അങ്ങോട്ട് കൊണ്ടുപോവുക, ഇങ്ങോട്ട് കൊണ്ടുപോവുക ഏറ്റവും ദോഷകരമായൊരു കാര്യമാണ്. ഒരു ഇടക്കാലത്ത് അങ്ങനെ ചെയ്യേണ്ട സാഹചര്യം നിർബന്ധിതമായി എന്ന് പറയാം. പക്ഷെ കഴിയുമെങ്കിൽ അത് ഒഴിവാക്കണം. കാരണം എന്താണ്? സന്തതി പരമ്പരകളുടെ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും എല്ലാ വിധത്തിലുമുള്ള നേട്ടങ്ങൾക്കും വേണ്ടി ആരാധിക്കപ്പെട്ട ദേവതാ സങ്കല്പമാണ് നാഗചൈതന്യം. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അതാണ് പ്രധാനം. നാഗയോഗ കുണ്ടലിനി ചൈതന്യ സങ്കല്പത്തിൽ പരാശക്തി ആരാധന നടത്തിപ്പോന്നിരുന്ന ഒരു വിഭാഗം ഈ രാജ്യത്ത് പണ്ട് അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നാഗർ അല്ലെങ്കിൽ നാഗയർ എന്നാണ് അവരറിയപ്പെട്ടിരുന്നത്. ഇങ്ങനെയുള്ള നാഗന്മാരാണ് ആദ്യമായിട്ട് സർപ്പക്കാവുകൾ സ്ഥാപിച്ച് നാഗ ആരാധന ഇവിടെ തുടങ്ങിയത്. സന്തതി പരമ്പരകൾക്ക് എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിനും ആരോഗ്യവും ബുദ്ധിയും കഴിവുമുള്ള സന്തതി പരമ്പരകൾ ഉണ്ടാകുന്നതിനും വേണ്ടി തുടങ്ങിയ ആരാധനാ വിശേഷമാണ്. യോഗശാസ്ത്രവുമായിട്ടും അതിന് ബന്ധമുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലുമൊക്കെ ആഴമേറിയ ഒരു കാര്യമാണ്. അപ്പം ആ നാഗ ആരാധന നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ദൂരെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു നല്ല പരിപാടിയല്ല.